ഗൈസ് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലോഡിൻ്റെ ഒരു പുതിയ ഫീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചായി ഇറങ്ങിയിട്ട് ലാസ്റ്റ് മന്താണ് ഇറങ്ങിയത്. കോവർക്ക് എന്ന് പറഞ്ഞ സംഭവമാണ്. സോ നമ്മുടെ സിസ്റ്റം ആക്സസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിൽ 2 കമ്പനീസിൻ്റെ ഫയൽസ് കിടക്കുന്നുണ്ട്. ദെൻ ഞാൻ ക്ലോഡ് എടുത്തതിന് ശേഷം കോവർക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ദെൻ ഫോൾഡർ സെലക്ട് ചെയ്തു, ഏത് ഫോൾഡറാണ് വേണ്ടത്, ചൂസ് ഫോൾഡർ കൊടുത്തു. ദെൻ ഞാൻ നമ്മുടെ ടെക്സ്റ്റ് കോപ്പി എന്ന് ഫോൾഡർ കൊടുക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു, ആക്സസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു കറക്റ്റായിട്ട്. ദെൻ ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്തു, ഈ കമ്പനീസിൻ്റെ നെയിമിൻ്റെ ബേസിൽ ഈ ഫയൽസ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട്. സോ അത് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ടെക്സ്റ്റ് കോപ്പി എന്ന് പറഞ്ഞ ഫോൾഡറിൽ 2 ഫോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് ആദ്യത്തെ കമ്പനിയുടെയും പിന്നെ രണ്ടാമത്തെ കമ്പനിയുടെയും. സോ അവരുടെ ഫയൽസ് കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 2 ഫോൾഡറിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ മൈൻഡുള്ള ആളാണ്. സോ ഞാനിതൊരു വട്ടം ഒരാളോട് ഡിസ്കസ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് ഇത് അറിയില്ല എന്നുള്ളത്. എനിക്കിതിൽ ആഡ് ചെയ്യാനുള്ള നമ്മളെ പോലത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുക, ആൻഡ് ഇതേപോലത്തെ ടാസ്കുകളൊക്കെ നെ കൊണ്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ പ്രൊഡക്റ്റീവായി കാണിക്കാൻ പറ്റും. സോ ഇതേപോലത്തെ കൂടുതൽ കണ്ടന്റുകൾ വേണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുക. താങ്ക് യു, ബൈ.